മഴ പെയ്യുന്നു മഴ കൊണ്ട് പോയാലും ഒറ്റ പെയ്യുന്നു. എന്റെ കല്യാണമാണ്. ഞാനാണെങ്കിൽ വർക്കിന് പോണ പോലെയാ വണ്ടിയിൽ ക്യാമറ എടുക്കായിരുന്നു. ക്യാമറ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളെ ഒരാഴ്ച എന്നെ പറപ്പിച്ചേക്കുവാ. ഒരാഴ്ച കോഴിക്കോട് പറഞ്ഞു. അതെ. അയ്യോ നീ എങ്ങനെയാ ഈ സാധനം എടുക്കുന്നത്? ഇത് എന്താ നേരം പിടിച്ചോണ്ടിരുന്നത്? സിനിമാറ്റിക്കിലാണ് എടുത്തത്. നീ സാധാരണ അല്ലേ എടുക്കുന്നത്? കോഴിക്കോട് പട്ടുമണിയാകും. രാത്രി പോണല്ലേ? മലയാളി ഒരാഴ്ച ലീവ് തന്നിട്ടുണ്ട്. ഒരാഴ്ച ലീവ്. പിറ്റേ ആഴ്ചക്ക് കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടായിരുന്നു. എന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് പോകുന്ന വർക്ക് ഇട്ടേക്കുന്നറിയോ? സ്റ്റേ ഫുള്ള് ഒരാഴ്ച. ഇല്ലില്ല കോട്ടയം ജില്ല കാണാൻ. അയ്യോ 110 പോണേ. ഇതെങ്ങനെയാണ് തിരിക്കുന്നത്? ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ് ഉണ്ടായിരുന്നു. നിന്റെ അവിടെ ഉണ്ടായിരുന്നു. നിനക്ക് എന്ന് കാണാം. ഞാനത് ചൈന കൊണ്ട് പോസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തു വിട്ടു. നിന്റെ വട്ടച്ചോറ് പറയണ? ഇല്ല. ഓ നമ്മളെ നോമിക്കാൻ വേണ്ടിയല്ലേ? 4K അടിക്കുവോ? നീ ചെയ്യുവോ? ഞാൻ 4K ആട്ടോ. എനിക്കറിയത്തില്ല. 4K 60 എടുത്താ നീ ചെയ്യേണ്ടി വരും. അന്നേരം അലക്സിനെ വിട്ട ഞാൻ കണ്ടില്ല. ഓ ഷെബിജാക്കിന്റെ ഓറ ഹിങ്സ് ഗ്യാപ്പ് വന്നാ എന്തോ ഭയങ്കര മറിച്ചു പോകുള്ളൂ. ഞാൻ പോവാ കുറച്ച് കഴിയുമ്പോ. ഫോൺ ചോദിച്ചു പോയാൽ കണ്ടില്ലോ. ഗാൻഡാറിനെ ക്ലീൻ ചെയ്യുക. ഹായ് എല്ലാം യൂട്യൂബിൽ വരും. അപ്പം ഞാൻ രാവിലെ വൈകി ബംഗാളി എന്നാ പറയുന്നു? ബംഗാളി ആരെല്ലാം ഉറങ്ങുന്നുണ്ടോ? മുക്കിക്കൊണ്ടത്തേക്കുക പള്ളിയിൽ കല്യാണിക്ക് പള്ളി വരാതിരിക്കാൻ വേണ്ടി എടുക്കും. ഈ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കും. ഇതിനെപ്പറ്റി എന്താണ് പറയാൻ? വളരെ നല്ലത്. എത്ര വർഷത്തെയാണ്? 2080 വിടാതെ നിന്നിട്ടുന്നുണ്ട്. കൂടെ ഉണ്ട്. വിഷമമൊന്നുമില്ല. എന്നാലും വിഷമം കല്യാണം കഴിച്ച വിഷമമൊന്നുമില്ല. കുറച്ച് നേരത്തെ ആയി പോയോ എന്നൊരു തോന്നൽ. പറയാം. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി. എനിക്ക് വല്ലതും പറയാനോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് വിഷമം? ആർക്ക് വിഷമം? മടുത്തിരിക്കുക.
ഇവനാണ് ഇതിന്റെ ഓണർ, നീലക്കുയിൽ. ഇവനാണ് ശരിക്കുള്ള നീലക്കുയിൽ. കുയിലല്ല, നീല. ഒന്നുമില്ലെന്ന് ടാറ്റ പോവല്ലേ? ഞാൻ തിങ്കൾ എടുത്തിട്ട് പോവാം. പൊടിക്ക് മഴക്കാറുണ്ടോ? അതൊക്കെ പിടിച്ച് എന്നിട്ട് ഒറിജിനലാണോ അത്? അതിൽ കളം വരയ്ക്കുക. നല്ലതാണ് ഇപ്പൊ കല അപ്പിട്ട് കഴിഞ്ഞ കണ്ടന്റ്. എടാ വാടാ സിംഗിൾ എടുക്കാം. എല്ലാവരും 9:30 ആയിട്ട് പിടിച്ചു. അല്ല ഞാൻ കഴിക്കത്തില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. നീ അവിടെ പറിച്ചല്ലേ ഞാൻ കണ്ടായിരുന്നു. താങ്ക് യു, ബൈ. അവിടെ ഒരു ക്യാമറ എടുത്തോണ്ട് പോകണം. അയ്യോ ക്യാമറ വേണം. ഗ്രിപ്പ് വാങ്ങിച്ചു. ഒന്നാണ്. അയ്യോ എല്ലാരും കുലുങ്ങിരുന്നാളാ, കുലുങ്ങിരുന്നല്ലേ? കയറില്ലേ? അലക്സ് ഓങ്ങി നെഞ്ചിട്ട് കയറുവോ? എന്റെ വ്ളോഗ് അവിടെ പോയി. ബാലൻസ്ഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കേണ്ടത്. ഫ്രണ്ട്സ് ബിക്കം ഫാമിലി എന്നാണ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങനെ തന്നെ. എൻ്റെ ഫാമിലി എനിക്ക് ഒത്തിരി വലിയ ഫ്രണ്ട്സ് സർക്കിളൊന്നുമില്ല, പക്ഷെ ഉള്ളവർ ഭയങ്കര ക്ലോസാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും തന്നെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരാണ്. അത് ബിക്കം ഫാമിലി എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക്. ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചിട്ട് വരാം. ഞാൻ കൂടെ ക്യാമറ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വ്ളോഗ് ചെയ്തോണ്ടല്ല എന്ത് പറയാ. ഞാൻ പറയില്ല, ബോറിഞ്ഞു പോകും. എനിക്ക് അറിഞ്ഞു പോവാ. നമുക്ക് വിശാലിനെ കൊണ്ട് പറയാം. വിശാൽ എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ലൈവാ. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വട്ടത്തിൽ നോക്കും. അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ട ഒരു ടോക്ക് എടുത്താ, ഒരു ടോക്ക് പറയടാ. എന്നെ കുറിച്ച് നല്ല ടോക്ക് പറയടാ. നല്ല മഴ പെയ്യുന്നു. വാഗമണ് പോയാലും ഒറ്റ പെണ്ണിനോട് പറയാം. വാഗമണ് പോയിട്ട് പോയാ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. നയാറ പമ്പില് ഫുൾ ടൈം ഷൈജു അങ്ങനെ വേറെ ക്യാമറ വെച്ചേക്കും. വിളിച്ചായിരുന്നോ? വർക്കില്ല വരാന്ന് പറഞ്ഞാ തുടങ്ങിയോ? ഇത് വെള്ളമാണ്. വിറ്റ് ജീവിക്കുമല്ലേ? വിറ്റ് ജീവിക്കും. ഷൈജു ഞാൻ മിന്നാട്ടെ ഇങ്ങനെ എല്ലാ കോണും വേണ്ട. ഞാൻ പഠിക്കാറ്. ഈ തവണ ഞാൻ പഠിക്കുന്നില്ല. മാക്സിമം വളരട്ടെ.
ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വിശാലിന്റെ പുടയൊന്നുമില്ലല്ലോ. ക്രിസ്റ്റിച്ചണോ രണ്ടുപേരും ശശിനൊക്കെ തിരിച്ച് കയറി പറയും. നല്ല വഴി വഴി ഇത് മറ്റേതാണോ? തുളസിയല്ല, കാട്ടുള്ളി. ഞാനൊന്നും മനസ്സിലായിരുന്നു. അടിഞ്ഞു പോകണ്ട, ബോധം വീണ കൂടുതൽ വേണോടാ. പെട്ടെന്നടി അല്ലേ നിങ്ങളിത് സൈറ്റ് ഇവിടെയൊക്കെ പോകുമ്പോ എല്ലാരും കൊടുക്കൂടാ റൈഡിനൊക്കെ? ഇത് മറ്റേ ഷെബിൻജാക്കിന്റെ പല വീഡിയോ ഒക്കെ അതും കാണാലോ. ആണോ? ശരിക്കും ആരാടാ കവർ ചെയ്യുന്നത്? തനി പോയി കീറും, തനി പോയി കീറും. മാത്രമൊന്നും ഇല്ല. കിളിയാണോ? കിളി പോയി. ഒന്നും പറയാനില്ല. എന്റെ ടോസ്റ്റ് ഇതെന്താ? ശരിക്കും കല്യാണം മാമന്റെ കല്യാണം, കല്യാണം മാമന്റെ കല്യാണം, കല്യാണം പോടാ കല്യാണം. എടാ നീ വിശാലിനെ വിളിച്ചോ. അത്യാവശ്യം പണിയുണ്ടെന്നല്ല വണ്ടിക്കോ മറ്റേ വിശാൽ ഷൂട്ട് കണ്ടു. തന്റെ വിറ്റ ആളില്ലായിരിക്കും. വിശാല വണ്ടിയിലേക്ക് ഞാൻ നോക്കിയിരിക്കും എല്ലാരും. റെക്കോർഡല്ല കേട്ടോ. കല്യാണം ഞാൻ മടിയിലായിരിക്കും. റണ്ണിങ്ങല്ലേ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറുന്ന വണ്ടിയാണ്. അല്ല വിശാല് 2 ബ്ലോഗിങ് ഫേമസ് ആയില്ലേ? ഡിമാൻഡ് എല്ലാവർക്കും ഒരുമിച്ച് ആരംഭിക്കുകയാണ്. ഈ ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ലൈഫും കൃത്യമായ അളവിൽ വിശാൻ കൊടുക്കാല്ലേ? മണപ്പിച്ചാലോ?
വിശാലൊരു പാട്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഞാനല്ല അതല്ല വിശാലും ബൂസല്ല കേട്ടോ നീ എന്നെ ചതിച്ചില്ല ഹാപ്പി മാരില്ലേ ബൈ നമുക്ക് നീ ബൂസല്ലേ നീ വാ പാവം എന്റെ ബ്ലോഗിൽ വരാത്ത ഒരാളല്ലേ എന്റെ ബ്ലോഗിൽ വരാത്ത ഒരാള് അവനാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്റെ അടുത്ത് ഞാൻ കാക്കി അതെ അതെ ഞാൻ വെറും ഞാൻ കാണിച്ചു കൊടുത്തു നീ പോകും കക്കൂസി ഫോട്ടോ എടുത്തു പോനെ പറ എന്റെ കല്യാണത്തിന് അമല് മതി എവിടെ അമല് മതിന്ന് ഷൈച്ചേണ്ണ വേണ്ടെന്ന് കണ്ടോ ഒരു ഗന്ധർവൻ ലുക്ക് ഉണ്ടല്ലോ ഗന്ധർവനെ കാണിക്കാം കേട്ടോ. ഇവനാട്ടോ പറഞ്ഞേ ഇതല്ല ഇതല്ല കേട്ടോ ഗന്ധർവൻ. വെള്ളിക്ക് ഒരു ഫീലില്ല അല്ല വേറെ ഉള്ളവർക്ക് ഫീലില്ല. ഫോട്ടോഗ്രാഫറാണ് ഇതാട്ടോ അമ്മല്. ഇതും ഒരു ഫോട്ടോഗ്രാഫറാണ് പക്ഷെ ആരും വിളിക്കാറില്ല. ഈ വിളമ്പണ്ടവരൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ കാണിച്ചു തരാം വെള്ളം. അതെ വിളമ്പുകാരനെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ വ്ളോഗ് എടുത്ത ഞാടിയാണ്. അപ്പൊ ഞാൻ നീ തന്നെ ടൂറിന് എന്നാണ് കാണിച്ചേ? ടൂറിങ് നിങ്ങൾ കാണിച്ചില്ല, ഞാനില്ല നിങ്ങളെ കാണിച്ചു. അവന്റെ ഫോൺ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളെ മാത്രമല്ല എപ്പോഴും കാണുന്നുള്ളൂ. ഷെബിൻകേസിക്കും നമ്മുടെ ക്രിസ്ത്യൻ ചേച്ചിക്കും ഒരു ആശംസ ഗാനവുമായിട്ട് വെഡിങ് ഫാക്ടറിയുടെ സ്വന്തം എഡിറ്റോ വീഡിയോഗ്രാഫറായിട്ടുള്ള വെഡിങ് ഫാക്ടറിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള വിശാൽ എസ്ത്രീ എല്ലാവരും നിർബന്ധിച്ചാലേ വിശാല് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സാണ് വിശാൽ എന്ന് പറയുന്നത്. എനിക്കൊരു പെണ്ണുണ്ട്. അയ്യോ അതില്ലല്ലോ. ആശംസ പറയാം. ഈ വെഡിങ് ഫാക്ടറിയുടെ മെയിനായ നന്ദകുമാർ PS-നെ കൂട്ടത്തിൽ നന്ദച്ചേട്ടന്റെ മെയിനായ നിഖിൽ എഡിക്സിനെ വിളിക്കുന്നു.
മൈക്ക് ഓഫ് കഴിച്ച് പോടാ. ഒന്നൊരു കഴിച്ച് പുറത്തേക്ക് പോകുമ്പോ എന്ത് പറയുന്നു പുള്ളി എന്ത് പറയുന്നു? കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. നാളെ കോഴിക്കോട് വർക്ക് എനിക്ക് 10 മണിയാകുമ്പോൾ പോകണം. കല്യാണം കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് 10 മണിയാകുമ്പോൾ ഇറങ്ങിക്കോണം. 10 മണിയാകുമ്പോൾ വീട്ടിൽ കിടക്കണം. 10 മണിക്ക് 9 മണിയാകുമ്പോൾ വീട്ടിൽ ഹണിമൂണിന് ഒറ്റയ്ക്ക് ആഘോഷിക്കുക. നമുക്ക് പട്ടായ പോവാം. അതെ. അയ്യോ കിണ്ടി തെരുവ ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെയും പേവാ. പിന്നെ മുട്ടിന് 1 മണിക്കൂർ കൂടുമ്പോ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. വീഡിയോ കോൾ ചെയ്തിട്ട് ഇതൊരു ഉപദേശമല്ലേ? കറക്റ്റ് ടൈമിലാ. പിന്നെ ഇന്ന് വൈകുന്നേരം പോവല്ലേ വർക്കിന്? എന്ത് തോന്നുന്നു? കൊള്ളാം, നല്ല പേടിയുണ്ടോ? ടെൻഷൻ പോവാ. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് പരിപാടി ബസ് 8 മണിയാണ്. ഈ കല്യാണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് കല്യാണം കൊള്ളായിരുന്നു. എന്തൊരു അലമ്പായി. പൂ നീ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. നിന്നെ കണ്ടിട്ടില്ല, ഇവിടെ ആരും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ഐസ്ക്രീം കയറ്റി വിടണം, ദോശക്കല്ല് കയറ്റി വിടണം. അത് കഴിഞ്ഞു. ദോശപ്പേട്ടൻ അല്ല, ഇത് കണ്ണപ്പേട്ടൻ, മീനാക്ഷി മല്ലിക. ഈ ദോശപ്പേട്ടനാണ് ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് ഞങ്ങൾക്ക് പുറ വരാവോ? വട്ടം വലിക്കാവോ? ടീം വെഡിങ് ഫാക്ടറി എഴുതി കാണിച്ചാവോ? വെപ്പ് ആ മറ്റേ സാധനം കഴിച്ചേ, ഓൻ കഴിച്ചേ. ബൈ ബൈ വിശാലേ. വിശാല് ഞാൻ ആക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരൊറ്റ കമ്പനിയിലെ ഒരു ടോപ്പ് പൊസിഷൻ. Akhirnya ini keren. Akhirnya ini keren. Pergi kargo mana ada sana. Kargo mana tadi jan. Tanya. ഹായ് കൊടുത്തേ. ഹായ് ബൈ. അയ്യോ കാണില്ലട്ടോ. അങ്ങനെ പഴയതൊക്കെ കാണാനല്ലേ ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല. ഒറ്റ പ്രശ്നം അഥവാ കാണാണെങ്കിൽ പഴയതൊന്നും കാണില്ല കേട്ടോ.